കയ്യിൽ ഒരു പൈസയും ഇല്ലാതെ വഴി കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്തിരി ശത്രുത മനോഭാവം ഉണ്ടാവാം. ഇവിടെ ലിമിറ്റഡാ, ടിക്കറ്റ് വെച്ചിട്ടാ. ഇപ്രാവശ്യം ഞാനല്ല കണ്ടക്ട് ചെയ്യുന്നത്, ഞാൻ സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ. ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, കോർപ്പറേഷൻ ആൻഡ് വ്യാപാരി വ്യവസായി സമിതി ഇവരൊക്കെ കൂടെയാണ് ഇത് നടത്തുന്നത്. ഞാൻ സ്പോൺസർ ചെയ്യാണ്. അതുകൊണ്ട് അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി വളരെയധികം അവർ പോലീസ് വന്ന് ചെക്ക് ചെയ്യലും പിടിക്കലും ബാരിക്കേഡ് തിരിക്കലും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ വളരെ സേഫായിട്ടാണ് ചെയ്യുന്നതെന്നാണ് അവരൊക്കെ അറിയിച്ചിട്ടുള്ളത്. പലപ്പോഴും ബോച്ചയുടെ കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം, ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ ഈ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തെന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര്, ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ അണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ്, എൻ്റെതായ ഒരു മേഖലയുണ്ട്. അപ്പോൾ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെയൊക്കെ ഒരു ചിന്ത. അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷനുണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാവുന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ അറിവിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല. ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ പിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ സ്റ്റാർ ജെമിനിയാണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ്, ഡിഫറെൻറ്റ് റോളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നിൽ. എങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവർ, കൂളാവുന്നവർ, ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം. എന്നെ ചീത്ത പറയാം. ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു എൻ്റെ വീഡിയോ. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് 30 ലക്ഷത്തോളമായി. ഒക്കെ പോസിറ്റീവാണ്. ഒരു 10 പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അത് അവര് ഫേമസ് ആവാനാവാം, അല്ലെങ്കിൽ അവര് പുണ്യാളന്മാരായതുകൊണ്ടാവാം. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനുണ്ടായതല്ലേ, എനിക്കറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ആ സ്റ്റേജിൽ നിന്ന് അങ്ങനെ പറയുമ്പോൾ ഇതിന് വേറെ അർത്ഥം കൂടിയും വരാൻ ചാൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ വേറെ അർത്ഥത്തിൽ പ്രചരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. കുറെ പേര് ഇങ്ങനെ എടുക്കും, കുറെ പേര് അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം. എന്നോർത്തിട്ട് ഇപ്പൊ നമ്മള് സിനിമ വരുമ്പോ കണ്ടിട്ടില്ലേ, തമാശ പടങ്ങളുണ്ട്. ഏതെന്നാളൊരു സിനിമയില് ഭയങ്കര തെറി പറയുന്നു, ചുരുളി. അപ്പോ തമാശ പടമുണ്ട്, സീരിയസ് പടമുണ്ട്.
അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഏത് തിയേറ്ററിൽ ഏത് സിനിമ കാണണം എന്നുള്ള അവരുടെ ചോയ്സാണ്. ഇവിടെ വലിയ ചോയ്സാണ്. ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം, ചിരിക്കാം, സന്തോഷിക്കാം. അങ്ങനെയുള്ളവർക്ക് വെൽക്കം. അതാണ്. ഈ സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണോ ഈ സംസാര ശൈലി കൊണ്ടുവന്നതിനുള്ള പല രീതിയിലുള്ള സംസാരം വരുന്നുണ്ട്. അതിനാണ് എന്താ പറയാനുള്ളത്? മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടല്ല, മാർക്കറ്റിംഗ് കൂടെ അതിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ്. എനിക്ക് ഇപ്പൊ ഇതിൽ വരുന്നതിലും മുമ്പും ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സും ഈ ഗ്രൂപ്പ് 162 വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ്. ഞാൻ 4ാം തലമുറക്കാരനാണ്. കേരളത്തിൽ എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം. മാത്രമല്ല 30 വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാൻ ഹെലികോപ്റ്റർ തുടങ്ങി, മമ്മൂക്ക, ലാലേട്ടൻ, എല്ലാ നടിമാരൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത എൻ്റെ കടയാണ്. അപ്പോൾ അന്നേ തൊട്ടിട്ട് എന്നെ അറിയാം. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് മാത്രം ഇന്നലെ ഞാൻ പൊട്ടിമുളച്ചുണ്ടായതല്ല ഈ ബ്രാൻഡും ഞാനും. പക്ഷെ ഇതുകൊണ്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഗുണമുണ്ട്. എനിക്കൊരു തമാശ, എനിക്കൊരു ടൈം പാസ്സാ. ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ ചിരിക്കും, അതുപോലെ മറ്റുള്ളവരും ചിരിക്കും. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് എന്താ കുഴപ്പം, അല്ലേ? ഞാൻ ചിരിക്കുന്നു, മറ്റുള്ളവർ ചിരിക്കട്ടെ. നമുക്ക് ചിരിച്ചു മരിക്കാം. എല്ലാ ദിവസവും കരഞ്ഞ് പേടിച്ച് മരിക്കേണ്ട കാര്യമില്ലല്ലോ. ദാറ്റ്സ് ഓൾ ലൈഫ്. ടേക്ക് ഇറ്റ് ഈസി.